ടീച്ചർ ചോദിച്ചു ഞാൻ പഠിച്ച് വലുതായിട്ട് ആരാകണം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പോലീസ്. പോലീസാ? എന്നിട്ട് എനിക്ക് പോലീസാവാൻ ആഗ്രഹം. കള്ളമരുന്നിയും പോലീസിനെയും കുട്ടികളെ തട്ടിട്ട് വളവിരിഞ്ഞൊക്കെ കുറെ മാസങ്ങൾ ജയിലിലിട്ട് ഗവൺമെന്റുകാര് ചോറും ഇതെല്ലാം കൊടുത്ത് പൈസയും കൊടുത്ത് വെളിയിലിറക്കും. ഇനി അങ്ങനെയല്ല, അവരിനെ ജനങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത് എന്താ ചെയ്യട്ടെ കണ്ടു വിട്ടുകൊടുക്കുക. എന്നാലാണ് ഈ കള്ളന്മാർക്കും പോലീസിനവർക്കൊക്കെ ഇത്തിരി പേടി ഉണ്ടാവുള്ളൂ. ആര് നിനക്ക് പറയാം? ആര് പറഞ്ഞു തന്നതാണോ അതോ എനിക്ക് സ്വയം തോന്നിയതാണ്? എന്താ സംഭവം? എനിക്ക് സ്വയം തോന്നിയതാണ്. അതെന്താ തോന്നാനുള്ള കാരണം? നമ്മുടെ ഈ നാട്ടിൽ കുറെ കൊലപാതകവും ഇതൊക്കെ നടന്നിട്ടുണ്ട്. അത് കാരണമാണ്. എനിക്ക് അതാ ഈ കൊലപാതകം നടന്നിട്ടുണ്ട് അതോ നിന്റെ മനസ്സിൽ തട്ടിയിട്ട് ഇങ്ങനെ പറയാനുള്ള കാരണം? അയ്യോ, നമ്മാറിയിലെ കൊല നടന്നില്ലേ, ഒരു അമ്മയും ഒരു അച്ഛനും, അത് കാരണമാണ് അങ്ങനെ പറഞ്ഞു. അത് കാരണം അമ്മയും അച്ഛനും ഞമ്മറിയില്ല ഇവിടെ ഒരു നെല്ലിയാമ്പുതി പറയുന്നൊക്കെ സ്ഥലത്തിലാണ്. പോത്തുണ്ടി എവിടെയാ? അത് നടന്ന കാരണം നിനക്ക് തോന്നിയത് ഇങ്ങനെ? എന്താ അങ്ങനെ തോന്നാൻ? അപ്പൊ എനിക്ക് 2 മക്കളുണ്ട്, പാവം. അത് കാരണം അവരനാഥയായി പോയി എന്ന് പറഞ്ഞിട്ടാ. എന്റെ ഉണ്ണി അതിന് പോലീസായിട്ട് കാര്യമില്ല. പോലീസായിട്ട് എന്താ പറയാ, ഈ നിയമം ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റ് നിയമം പാസ്സാക്കുക തന്നെ വേണം. അപ്പൊ എന്തായാലും നിന്റെ ആഗ്രഹം നല്ല ആഗ്രഹമാണ്. നിന്റെ ലക്ഷ്യം എന്തായാലും നടക്കട്ടെ കേട്ടാ. പക്ഷെ പോലീസായിട്ടില്ലേ, പോലീസാവാൻ നല്ലതാണ്, സമൂഹത്തിൽ നല്ലതൊക്കെ തന്നെ. പക്ഷെ എന്താണ് നീ ഇപ്പൊ പറഞ്ഞ നിയമം പോലീസുകാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അത് വലിയ വലിയ അതിൻ്റെയും മുകളിലുള്ള ആൾക്കാരുണ്ട്, ഉന്നത ആൾക്കാരുണ്ട്. അവരൊക്കെ വിചാരിച്ചാലേ നടക്കുള്ളൂ. പക്ഷെ ഈ നിയമം ഒരിക്കലും വരാനും പോണില്ല. ഒരിക്കലും അങ്ങനെ തൂക്കിക്കൊല്ലലൊക്കെ വരുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോ എന്താ പറയാ, ഇതിങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ, ആൾക്കാരുടെ മുന്നിൽ അവർക്ക് ഇട്ടുകൊടുത്ത് അത് തല്ലിക്കൊന്നാൽ പിന്നെ സമൂഹം നേടി, പിന്നെ ഒരാളും തെറ്റ് ചെയ്യുന്നവർക്ക് ഇത്തിരി പേടിയുണ്ടാവും, ചെയ്യാനുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കില്ല. അപ്പൊ എന്തായാലും നീ പഠിച്ച് പോലീസാവും കേട്ടോ. അപ്പൊ അതാ എന്റെ മോന്റെ ആഗ്രഹം ഇതാണ് മനസ്സില്. എന്താ പേര് പറയുന്നുണ്ട്? എത്ര ക്ലാസ്സില്? 4. അപ്പൊ ഋതുല് 4ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പൊ അവന്റെ എന്താ പറയാ, കുഞ്ഞു മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ് അങ്ങനെ ഒരാഗ്രഹം. അപ്പോ ഈ വീഡിയോ പരമാവധി ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അവനൊരു കുഞ്ഞൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. കുറെ ദിവസമായി അവൻ പറയുന്നത്. അപ്പോൾ കുറെ ഈ കൊല നടന്നതിന് ശേഷമാണ് അവങ്ങനെ പറയുന്നത്. ആ ചേച്ചിമാർക്ക് ആരുമില്ല പാവം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ പറ.